സകലവും എൻ്റെ നന്മയ്ക്കാ ദൈവം ചേർത്തു പണിയുന്നു. അതിമഹത്വരമാം വിധം കരുതുന്നവരെൻ്റെ ഭാവിക്കാ സകലവും എൻ്റെ നന്മയ്ക്കാ ദൈവം ചേർത്തു പണിയുന്നു. തിന്മ ശത്രു കൊണ്ടുവരികിലും മാറ്റും ദൈവമാവ നന്മയ്ക്കാ. തിന്മ ശത്രു കൊണ്ടുവരികിലും മാറ്റും ദൈവമാവ നന്മയ്ക്കാ. എന്നെ മാനിക്കാനുയർത്തുവാൻ ദൈവം തുടങ്ങിയാലർത്തടഞ്ഞിടും. എന്നെ മാനിക്കാനുയർത്തുവാൻ ദൈവം തുടങ്ങിയാലർത്തടഞ്ഞിടും. സകലവും എൻ്റെ നന്മയ്ക്കാ ദൈവം ചേർത്തു പണിയുന്നു. സകലവും എൻ്റെ നന്മയ്ക്കാ ദൈവം ചേർത്തു പണിയുന്നു. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 37-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ബൈബിളിൽ ഒരുപാട് വാഗ്ദത്തങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഇതൊരു മാനുഷിക വാക്ക് പോലല്ല. ആ വാക്കുകളൊക്കെ മാറിപ്പോകും. ഒരിക്കലൊരു മാതാവിനോട് തൻ്റെ കുഞ്ഞ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ വലുതാകട്ടെ അമ്മേ, ഞാൻ വലുതാകുമ്പോൾ അമ്മയ്ക്കൊരു സ്വർണ്ണ ചെരുപ്പ് മേടിച്ച് തരും. എന്നാൽ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ആ കുഞ്ഞ് വലുതായപ്പോൾ സ്വർണ്ണച്ചെരുപ്പ് വാങ്ങിച്ച് കൊടുത്തില്ല എന്ന് മാത്രമല്ല, അമ്മയെ കൂടെ താമസിപ്പിക്കാൻ തയ്യാറാകാതെ ആരുമില്ലാത്തവരെ താമസിക്കുന്ന ഒരു സ്ഥലത്ത് അമ്മയെ പാർപ്പിച്ചു. മനുഷ്യൻ്റെ വാക്കുകളും വാഗ്ദത്തങ്ങളും ഒക്കെ പലപ്പോഴും മാറിപ്പോകും. ഞാൻ നിങ്ങളെ എന്ത് തന്ന് സഹായിക്കാമെന്ന് പറയുന്ന ആളുകൾ ചില സാഹചര്യങ്ങളിൽ അവരുടെ അടുത്ത് ചില പ്രിയപ്പെട്ടവർ ഓടി ചെല്ലുമ്പോൾ അവർ പറയും, ഇപ്പം ഞങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടിലിരിക്കുകയാണെന്ന് പറയും. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. എന്നാൽ ഇരുകരവും നീട്ടി നമ്മോടെപ്പോഴും കൂടെയുള്ളത്, ലോക അവസാനത്തോളം എല്ലാ നാളും കൂടെയുള്ളത് യേശു മാത്രമാണ്. നിങ്ങളുടെ സഭയിലുള്ളവരായിക്കോട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിക്കോട്ടെ, ജോലി സ്ഥലത്തുള്ളവരായിക്കോട്ടെ, എല്ലാവരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നിൽക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തിയായി മാറും. വാക്കുകൊണ്ട് മാത്രമല്ല നാം ഒരു ദൈവമക്കളായി മാറേണ്ടത്, പ്രവൃത്തിയിലൂടെയാണ്. കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃകതയാണ്. യേശുക്രിസ്തു ഈ മുഴു ലോകത്തിൻ്റെയും
മാനവരാശിയുടെയും രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമി വന്നു. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് തന്നെ നമ്മെ നിത്യജീവനിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇവിടെ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയെക്കുറിച്ച് ഈ ഭാഗത്ത് പറയുന്നുണ്ട്. അതിൻ്റെ 29-ാമത്തെ വാക്യത്തിൽ പറയും, യേശു അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ വിശ്വസിക്കുന്നതത്രേ എന്ന് ഉത്തരം പറയും. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നതിൻ്റെ അർത്ഥം വിശ്വസിക്കുന്ന ആളെ യേശുവിനെ പോലെ ആകുകയാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അവനൊരു പുതിയ വ്യക്തിയായി മാറുകയാണ്, പുതിയ സൃഷ്ടിയായി മാറുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. പഴയത് കഴിഞ്ഞുപോയി, ഇതാ അവൻ പുതിയ ആളായി മാറിയിരിക്കുകയാണ്. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരുമ്പം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് നമ്മൾ ഒരു പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. യേശു കർത്താവ് തന്ന ഏറ്റവും വിലപ്പെട്ട വാഗ്ദത്തമാണിത്. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്ക വരും. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ 10-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ ആടുകളെക്കുറിച്ച്, ഒരു ഇടയനെക്കുറിച്ചും അവിടെ പറയാണ്. എന്നിട്ട് കർത്താവ് പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. പറയാണ്, തുറന്നിരിക്കുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുകയും തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ട് തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ മുമ്പായി ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അന്യന്മാരുടെ ശബ്ദം അറിയായികൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ട് ഓടിപ്പോകും. യേശു പിന്നെ അവരോട് പറഞ്ഞത്, ആമീൻ ആമീൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും അത്രേ. ആടുകളോ അവരുടെ വാക്ക് കേട്ടില്ല. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവനകത്തു വരികയും പുറത്തു പോവുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യും. എന്നിട്ട് യേശു കർത്താവ് 14-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞാൻ നല്ല ഇടയനാകുന്നു. പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവ അറിയുകയും എനിക്കുള്ളവ എന്നെയും അറിയുകയും ചെയ്യുന്നു. 11-ാം വാക്യത്തിൽ പറയാം, ഞാൻ നല്ല ഇടയനാകും. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അതിൻ്റെ 26-ാം വാക്യത്തിൽ പറയാണ്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ച് പോകത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണോ? യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ചവരാണോ? ഒരു നാളും നശിച്ചു പോകാൻ ഇടയാവത്തില്ല, നശിച്ചു പോവുകയില്ല. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ചെയ്യത്തില്ല. എന്നിട്ട് പറയാണ്, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ്, എല്ലാവരിലും വലിയവൻ, എൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയത്തില്ല. എന്നിട്ട് പറയാം, ഞാനും പിതാവും ഒന്നാകും. യേശു കർത്താവ് നമ്മെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിതാവും നമ്മെ പിടിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഇന്ന് വിശ്വസിച്ചോണം, നിങ്ങൾ ഒരു സഭയിലല്ല ചേർന്നിരിക്കുന്നത്, ഒരു മതത്തിൽ നിന്ന് ഒരു മതത്തിലോട്ട് മാറുകയല്ല ചെയ്തത്. യേശുവിനെ സ്വീകരിക്കുമ്പം ദൈവ മക്കളായി മാറുകയാണ്. പിന്നെന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? കർത്താവ് പറയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങളെ തള്ളിക്കളയാം. നിങ്ങളുടെ സഭയിലുള്ളവർ ചിലപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തിയെന്ന് വന്നേക്കാം. ആര് നിങ്ങളെ ശ്രദ്ധിച്ചില്ലെന്ന് വന്നേക്കാം. നിങ്ങൾ അനവധി നന്മകൾ ചെയ്തിട്ട് നന്മ ചെയ്തവർ നിങ്ങൾക്കെതിരെ നിന്ന് സംസാരിച്ചെന്നൊക്കെ വന്നേക്കാം. ഇന്ന് വിശ്വസിച്ചോണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ഭവനക്കാരോ ആര് മാറിയാലും, പെറ്റമ്മ നമ്മെ തള്ളിയാലും മറന്നുപോയാലും ഒരിക്കലും മറക്കാത്ത ഒരു നല്ല കർത്താവ് നമുക്കായി ജീവിക്കുന്നു. കർത്താവ് പറയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. നമുക്ക് ഈ സമയത്ത് നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു വരാം.
യേശുവിൻ്റെ അടുത്ത് നാം നിൽക്കുന്നെങ്കിൽ യേശു നമ്മോടടുത്ത് വരും. അതാ വചനം. നമുക്ക് യേശുവിൻ്റെ അരികിലേക്ക് വരാം. കർത്താവിനോട് ഈ സമയത്ത് പറയാം, കർത്താവേ, പരിശുദ്ധാത്മാവേ, എന്നെ യേശുവിനോട് കൂടെ കുറേ കൂടെ ഒന്ന് അടുത്ത് ചെല്ലാൻ, എൻ്റെ പ്രവൃത്തിയിലൂടെ, എൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യത്തിലൂടെ എനിക്ക് യേശുവിനോടൊന്ന് പിൻപറ്റാൻ, അടുത്ത് ചെല്ലാൻ എന്നെ സഹായിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കും. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എന്നീ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല എന്നുള്ള വാഗ്ദത്തം, അതിനായിട്ട് കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളും പിതാവേ, അവിടുത്തെ പുത്രൻ്റെ അരിയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ഇന്ന് ഞങ്ങൾ കടന്നു വരിക. അയേ രക്തത്തിൽ ഞങ്ങൾ ആശ്രയിക്കുക, കുറേ കൂടെ ഒന്ന് അടുക്കാൻ, ആ ശബ്ദം ഒന്ന് കേൾക്കാൻ, കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വേദനയൊന്ന് തിരിച്ചറിയാൻ, കർത്താവിൻ്റെ ഹിതം അറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെപ്പുകൾ മുന്നോട്ട് വെക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. കൈവിടുകയില്ല, കൈവിടുകയില്ല, പൊന്നേശു തമ്പുരാനെന്നെ കൈവിടുകയില്ല, 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 പൊന്നേശു തമ്പുരാനെന്നെ കൈവിടുകയില്ല.